ഹായ് ഹലോ. അപ്പോൾ എന്താണ് ഡേ വ്ളോഗ് ഇടാത്തതെന്ന് എല്ലാവരും ചോദിക്കാറുണ്ട്. ഡേ വ്ളോഗ് ഇടാത്തതിൻ്റെ കാരണം ഇതാണ്. കാര്യം നമ്മൾ കുറച്ച് ഓട്ടത്തിലായിരുന്നു കേട്ടാടാ. അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടാണ്. എന്നാലും ഡയറ്റ് മുന്നോട്ട് പോകുന്നുണ്ട്. പിന്നെ ചെറിയ പല്ലിന് കമ്പിയിടൽ അങ്ങനെയൊക്കെയുള്ള കലാപരിപാടികളൊക്കെ ആയിട്ടുള്ള ഓട്ടമാണ്. അപ്പോൾ ഇന്നൊരു പർച്ചേസിങ് വ്ളോഗാണ്. അപ്പം ചെറിയവനെ ചിക്കൻ വാങ്ങിച്ച് പറ്റിച്ച് വീട്ടിൽ കൊണ്ട് തട്ടിയിട്ടാ. ഞങ്ങൾ എവിടെ പോയാലും സത്യം പറഞ്ഞാൽ എൻ്റെ മോൻ ഫ്രൈഡ് റൈസ് മന്തി ആ ഒരൊറ്റ പുറത്തോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും അവൻ്റെ ഫുഡെന്ന് പറയുന്നത് അങ്ങനെയായിരുന്നു. അവൻ ഇപ്പം റൈസ് വാങ്ങിച്ചിട്ട് റൈസ് തന്നെ വേണ്ടാന്ന് പറഞ്ഞാണ്. പിന്നെ ഞങ്ങൾ കുറച്ച് ചോറ് വാങ്ങിച്ചിട്ട് അവനത് മുഴുവൻ തിന്നുപോലും ഇല്ല കേട്ടാ. ചില സമയം സങ്കടം തോന്നുമെങ്കിലും പക്ഷെ അവൻ എന്നോട് പറയാറുണ്ട്, എന്നോട് സങ്കടം തോന്നി ഫുഡൊന്നും തരണ്ട കേട്ടാ, എനിക്ക് വെയിറ്റ് കുറയ്ക്കണം. അങ്ങനെ ഞങ്ങൾ ഇന്ന് ബ്രോഡ്വേയിലോട്ടാണ് പോയത്. അപ്പം നേരത്തെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, തിരക്കായതുകൊണ്ട് സാധനം എടുത്ത് വെച്ചപ്പോൾ നമ്മൾ സ്ഥിരം പർച്ചേസിങ് ആയതുകൊണ്ട് അവർ സാധനം റോഡിൽ എത്തിച്ച് തരും. അപ്പം സാധാരണ വണ്ടിയിൽ വരുന്നതാണ്. ഇപ്പം 2-3 ദിവസമായിട്ട് വണ്ടി മുടക്കുക. ഓണം കഴിഞ്ഞിട്ട് അവധിയൊന്നും കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഞങ്ങൾ നേരിട്ട് പോയി പർച്ചേസ് ചെയ്തുകൊണ്ട് വരികയാണ്. പോവുക വണ്ടി ഓഫ് പോലും ചെയ്യാതെ തിരിച്ചു വരുന്ന ഒരു യാത്രയായിരുന്നു. എന്നാലും മടുപ്പൊന്നും തോന്നാറില്ല. കാര്യം ഇപ്പം ഈ ഓട്ടോ ഒരു ശീലം ആയതുകൊണ്ട് അതങ്ങ് നമ്മുടെ ജീവിതശൈലിയിൽ അങ്ങ് ഇണങ്ങി ചേർന്നിരിക്കുകയാണ്. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ കഴിക്കാനായിട്ട് കുറച്ച് ഡേറ്റ്സും പിസ്സായും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വണ്ടി ഇരുന്ന് തന്നെ ഞങ്ങൾ എല്ലാവരും ഡേറ്റ്സ് ഒക്കെ കഴിച്ചു. കാര്യം ഡേറ്റ്സ് അതൊക്കെയാണല്ലോ ഇപ്പം ജസ്റ്റ് ഇതിൻ്റെ കൂട്ടത്തിൽ കഴിക്കാൻ പറ്റുന്നൊരു കാര്യം. അങ്ങനെയാണ് ഞാനൊരു കരിമ്പ് ജ്യൂസ് കുടിച്ചത്. അപ്പോൾ ആ ഒരു വീഡിയോ ഇട്ടപ്പോഴത്തേക്ക് ഒരുപാട് പേര് അത് ഇതൊക്കെ പറഞ്ഞെങ്കിലും കരിമ്പ് ജ്യൂസിൻ്റെ ഗുണം ഒന്ന് ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. നമ്മുടെ ഡയറ്റ് ചെയ്യുമ്പോഴത്തേക്കും നല്ലൊരു ഡ്രിങ്കാണ്. പക്ഷേ ഡെയിലി യൂസ് ചെയ്യാനല്ല പറയുന്നത്. എന്നിരുന്നാലും നമുക്കിത് കുടിക്കുന്നതുകൊണ്ട് ഒരുപാട് പ്രയോജനങ്ങളുണ്ട്. ഡൈജഷൻ പ്രോബ്ലമൊക്കെ മാറും. നല്ലൊരു ബെനിഫിറ്റ്സ് ഉള്ള ഒരു ഡ്രിങ്കാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഇതിൽ പിന്നെ ആ നാച്ചുറൽ ഫ്ലേവറിൽ തന്നെ കുടിക്കണം. ഇതിനകത്തൊരു വേറെ ഓവർ ഷുഗർ ആഡ് ചെയ്യുകയോ അങ്ങനെയൊന്നും ചെയ്തല്ല നമ്മളത് കുടിക്കേണ്ടത്. അപ്പം അങ്ങനെയൊക്കെയുള്ള 1-2 ചോദ്യങ്ങൾ വന്നതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നത്. അപ്പം മറക്കണ്ട സപ്പോർട്ട് ചെയ്യാനും നമ്മുടെ വീഡിയോസ് എല്ലാം കണ്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും. അപ്പോൾ വീണ്ടും നമ്മുടെ എക്സസൈസ് വീഡിയോൻ്റെ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അങ്ങനെ വന്നതിന് ശേഷം ഇത്തിരി ചിക്കൻ വാങ്ങിച്ച് പെട്ടെന്ന് ഇച്ചിരി റൈസ് ഉണ്ടാക്കി. ബസ്മതി റൈസും ചിക്കനും അത് ഞങ്ങളുടെ ഫേവറേറ്റ് ആണ്. അപ്പം അതാണ് കഴിച്ചത്. കറി ഉച്ചക്കൊന്നും വേറെ ഒന്നും ഞങ്ങൾ ഇടയ്ക്കൊന്നും കഴിക്കാഞ്ഞതുകൊണ്ട്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഏതാണ്ട് ഇതൊക്കെ ഉള്ളായിരുന്നു. അപ്പോൾ എന്തായാലും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും. അടുത്തൊരു വീഡിയോയുമായി വരുന്നതായിരിക്കും. ടാറ്റാ ബൈ, സീ യു.